സുബിത ഇപ്പോൾ ജനഹിത യാത്ര എത്തി നിൽക്കുന്നത് കോട്ടയം നഗരത്തിലാണ്. അക്ഷരനഗരിയായ കോട്ടയം നഗരത്തിലും ആവേശകരമായ ഒരു വരവേൽപ്പാണ് ജനഹിത യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആര് സ്ഥാനാർത്ഥിയാകണം, ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ള ആ ഒരു ഉറച്ച നിലപാട് അറിയിക്കാൻ വേണ്ടി ഈ നഗരത്തിലും വളരെയേറെ ജനങ്ങൾ ആവേശപൂർവ്വം കാത്തു നിൽക്കുന്നുണ്ട്. ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ നഗരത്തിലും വളരെയേറെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുമുള്ള ആളുകൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും തന്നെ ഈ ഒരു ആവേശകരമായി ഈ യാത്രയുടെ പ്രതികരിച്ചിരിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ SB കോളേജിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികളുടെ ഒരു സജീവ പങ്കാളിത്തത്തോടുള്ള ഒരു യാത്രയായി മാറിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ളവർ ഈ യാത്രയോട് വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിൽ നിന്നും നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. ആ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ജനഹിതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ ലീഡറിന് വേണ്ട പ്രധാനപ്പെട്ട 4 ഗുണങ്ങളിൽ ഒന്ന് സത്യസന്ധത, അതുപോലെ തന്നെ സ്ഥിര വരുമാനം, വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം, നമുക്കുണ്ടാകുന്ന സ്ഥാനാർത്ഥികൾ, പൊളിറ്റിക്കൽ നേതൃത്വം മിക്കവാറും ഏറ്റവും അവസാനത്തെ നല്ല ആരോഗ്യം മാത്രമാണ് അവർക്കുള്ള ഗുണമായിട്ടുള്ളത്. അപ്പോൾ ഈ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ സ്ഥിരവരുമാനവും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ വന്നാൽ ഉറപ്പായിട്ടും അഴിമതി വളരും. അതൊഴിവാക്കണം. നല്ല തൊഴിലുള്ള ഒരു നല്ല സത്യസന്ധതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടാൻ. അതെ, ഇത് തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകളുടെ ഒരു സജീവമായ ഒരു അഭിപ്രായം. ഈ ഒരു അഭിപ്രായം തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ ജനഹിത യാത്രയിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുബിത.